എന്താ ഈ സനാതന ധർമ്മം? എക്കാലത്തേക്കുമുള്ള ധർമ്മം. സനാതനം 3 കാലത്തിലുമുള്ളത്. പുരാതനം പഴയത്. ഈ തനം എന്നുള്ള വാക്കിനോടുകൂടി പുരാ ചേർത്താണ് പുരാതനം. അധുനാതനം ഏറ്റവും പുതിയത്. അധുന എന്ന് ചേർത്തു തനം. അധുനാതനം. സനാതനം എന്ന് വെച്ചാൽ 3 കാലത്തേക്കുമുള്ളത്. സന, പുര, അധുന. ഇതിനോടുകൂടി തനം ചേർക്കുമ്പോഴാണ് ഇതിനർത്ഥം വരുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതാണ് സനാതന ധർമ്മം. അപ്പോഴും ധർമ്മം എന്താ? ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാത്തിനും നിലനിൽക്കാൻ സഹായിക്കുന്നതാണ് ധർമ്മം. ആ ധർമാനുസാരിയായിട്ട് ജീവിക്കുന്നവർ സനാതന ധർമ്മികളാണ്. അതിനകത്ത് 110 വൈവിധ്യങ്ങളുണ്ടാകും. ഇതൊന്നും വൈരുദ്ധ്യങ്ങളല്ല, വൈവിധ്യമാണ്. അതിനകത്ത് ഷർട്ടിട്ട് അമ്പലത്തിൽ കയറുന്നവരുണ്ടാകും, കയറാത്തവരുണ്ടാകും, പുറത്തു നിന്ന് തൊഴുവരുണ്ടാകും, ആ ആയുസ്സിൽ ഒരിക്കൽ മാത്രം ആ അമ്പലത്തിൽ പോകുന്നവരുണ്ടാകും, ഒരിക്കലും ആ അമ്പലത്തിൽ പോകാത്തവരുണ്ടാകും. തൻ്റെ കുടുംബ പരദേവതയെ മാത്രം തൊഴുത് മരിച്ചുപോയ എത്രയോ ആൾക്കാർ കേരളത്തിലുണ്ട്. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അവർ ഗുരുവായൂർ പോകാറില്ല, ശബരിമലയിൽ പോകാറില്ല, എങ്ങും പോകാറില്ല. അവരുടെ കുടുംബത്തിനൊരു ദേവതയുണ്ട്, അതിനെ മാത്രം തൊഴും. അവർ ഹിന്ദു അല്ലേ? ദേ ആർ നോട്ട് ലെസ് ഹിന്ദുസ്. അവർ കൂടിയ ഹിന്ദുക്കൾ തന്നെയാണ്. ഇതെല്ലാം പെർമിറ്റ് ചെയ്യുന്ന ഒരു വ്യവസ്ഥയുണ്ടെങ്കിൽ അതാണ് സനാതന ധർമ്മം. അതൊരു യൂണിവേഴ്സൽ ലോ ഓഫ് എക്സിസ്റ്റൻസ് ഓർ കോ എക്സിസ്റ്റൻസ്. ഇതാണ് സനാതന ധർമ്മം. ഇത് മനസ്സിലാക്കാതെ ഈ ഉദീരണങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയ ലാക്ക് വെച്ചിട്ടാണ്.